അത് ശരി കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോ കുളിച്ച് കുറിയൊക്കെ തൊട്ടൊരു യുവതി നമ്മുടെ ഒപ്പം ഉണ്ട്. തൊട്ടില്ല, അതെ, ഫ്രഷ് ആയിട്ടുള്ള ഒരേ ഒരു യുവതി. ബാക്കി എല്ലാവരും ഇന്നലെ എങ്ങനെയാണോ കിടന്നുറങ്ങി അതേപോലെ സംശയത്തിൽ എണീറ്റ് വന്നിട്ടുണ്ട്. അമ്മ വീടാന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലും കയറും. മഴ വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു മഴ നല്ലതായിരിക്കും, കാരണം നല്ല ചൂടായിരുന്നു ഇന്നലെ. അപ്പോൾ അല്ലേ, ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് ഇന്നൊരു രസമുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം. അപ്പോൾ 8 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മഴ പെയ്തു തുടങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കടലക്കറി, പുട്ട്, ഊത്തപ്പം, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഉള്ളിച്ചമ്മന്തി, പയറ് മുളപ്പിച്ചത്, ഇടിയപ്പം, അപ്പം, ബ്രെഡ് സ്റ്റൂ, അങ്ങനെ നമ്മുടെ ലിസ്റ്റ് നീണ്ടു പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വലിയൊരു സ്പ്രെഡൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഉള്ള കാര്യങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം ആൾക്കാരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നടന്ന് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് കണ്ടത് എടുക്കും, ഇഷ്ടമുള്ളേക്ക് എത്തുമ്പോൾ നമുക്ക് മിൽക്ക് ഷേക്കും ഫ്രൂട്ട് ജ്യൂസും ഉണ്ട്. പിന്നെ അത് ABC ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കുറേ ബ്രെഡ്സും അതിനൊക്കെ ചേരുന്ന രീതിയിലുള്ള ഡിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണല്ലോ. അപ്പം സ്റ്റൂ ആണോ? സ്റ്റൂ ആണോ അത്? ഓ, ബ്രെഡും സ്റ്റൂവും. അതെന്താ ചിക്കൻ എടുക്കാത്ത? രാവിലെ ചിക്കൻ പറ്റില്ല. യുവിക്കുള്ള ആപ്പിളും ഓട്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് എല്ലാ നേരം ഫുഡ് കൊടുക്കുകയൊന്നും ചെയ്യാറില്ല. കുറേയൊക്കെ നമ്മുടെ തന്നെ ഇഡ്ഡലി, ദോശ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിരാവിലെ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചെറിയ മഴയുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ മുകളിലൊക്കെ കുറേ ഇങ്ങനെ കുട്ടി കുരങ്ങന്മാരും കൂടെ വന്നിരിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുരങ്ങന്മാർ. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി ഉറങ്ങാൻ നേരത്ത് ജനലും വാതിലൊക്കെ നല്ലോണം ലോക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കുരങ്ങന്മാരകത്തേക്ക് വരുന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സുഖമായി ഉറങ്ങി. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇഡ്ഡലിയും പുട്ടുമൊന്നും കഴിക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം ഈ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. റൂമിലെ പൂളിലല്ലേ പോയിട്ടുള്ളൂ, നമുക്കിവിടെ വലിയ പൂളുണ്ട്. മഴയത്ത് പൂള് പൊളിക്കൂട്ടോ പ്രതേട്ടാ, ഉഷാറാവും. ഉണ്ടോ? നല്ല ഗംഭീരമായ പൂളുണ്ട്. അയ്യാ, നീ അതിന് റൂമിലെ പൂളിൽ ആദ്യം ഇറങ്ങണം. കരക്കിരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. കരക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും എപ്പോഴാ ഇറങ്ങണ്ടേന്ന്. നല്ല പൂളാട്ടോ, നൈസ് പൂളാ. ഡെക്കോർ കാണിച്ചു തരട്ടെ. നമ്മൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അവിടെ നോക്കൂ, നല്ല രസല്ലേ അല്ലേ? ആ, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. എല്ലാവരും കൂടെ വാഴച്ചാല് പോവാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ സൈക്കിൾ ചെയ്യാൻ ഒരു മൂഡ്. ഞാനും ഇഷ്ടവും ചിലപ്പോൾ ഇവിടെ സൈക്കിൾ ചെയ്യാൻ വേണ്ടി നിൽക്കും. ഇവരെല്ലാവരും കൂടെ ഒന്ന് വാഴച്ചാല് പോയിട്ട് കറങ്ങിയിട്ട് വരുന്നതാണ് ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കണേ. എനിക്കറിയില്ല ഇനി അവരെന്താ വിചാരിച്ചിരിക്കണെന്ന്. ഈ റിസോർട്ടിൽ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അടുത്തൊക്കെ കാണാൻ വേണ്ടി പോണേ? ഞാൻ നിങ്ങൾ വരുമ്പോൾ കുക്കിംഗ് വിത്ത് ഷെഫ് ആയിരിക്കും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ച് സെർവ് ചെയ്യണത് ഞാൻ എൻ്റെ കുക്കിംഗ് ആയിരിക്കും. വിഷ്ണു അത് വേണ്ടി അതെ. അമ്മ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേ ഞാൻ മറ്റേ കുക്കിംഗ് വിത്ത് ഷെഫിലായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ചാ. വീട്ടിൽ നിന്ന് തരാൻ കിട്ടിയിട്ടില്ല, പിന്നീട് ഹോട്ടലിൽ വന്നിട്ട് പോവാണോ? നമുക്ക് പേര് വിളിച്ചപ്പോ തിരിഞ്ഞത് യൂഷ. യൂഷ, യുവി, യുവി തിരിയില്ലാന്ന് പറഞ്ഞാൽ തിരിയില്ലാന്ന്. യുവി, ടാറ്റ ടാറ്റ. യുവി, ടാറ്റ ടാറ്റ ടാറ്റ. ദേഷ്യം തലയുടെ മുകളിലാണോ കീയൊക്കെ വെക്കണെന്ന്? എന്താ ചെയ്യണേ? തുണിയുണ്ട്, ഒരു കുപ്പിയുണ്ട്, പൊടി ഞാൻ ഡപ്പ മൊത്തം കൊടുത്തിട്ടുണ്ട്. അതിനാ മറ്റേ കാണാനില്ല, കാറിലെ തോന്നുന്നു. ആ ഡപ്പയുടെ മുകളിൽ അടപ്പ് ലൂസാണേ. അടപ്പോടെ എടുക്കരുത്, ഡപ്പ ഇങ്ങനെ എടുക്കണം. അടപ്പം അപ്പൊ ടാറ്റ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മാറണ അച്ഛനാ. ഞങ്ങൾ എല്ലാരും 2ാമത്തെ ഡ്രസ്സിലെത്തിയിട്ടേ ഉള്ളൂ. അച്ഛൻ 4ാമത്തെ ഡ്രസ്സില്ല. അതെ. ബൈ ആരുഷ്.
ഓ ബൈ. ഹഗ് ചെയ്യാതൊരു പോക്കില്ലാന്ന്. അമ്മയും അച്ഛനും യുവിയും ഒക്കെ കൂടെ അപ്പോൾ വാഴച്ചാൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു ആൾക്കാരുടെ പ്രിഫറൻസസ് എന്തുപോലെ വ്യത്യാസം എന്ന്. കാരണം എനിക്കും ഇഷ്ടമിനോ കണ്ടു ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാന്ന് കഴിഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, ഫുഡ് കഴിക്കുക, കിടക്കുക, കൂടി പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലൊക്കെ ഒന്ന് നടക്കുക, അത്രയും നമുക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷേ അച്ഛനൊക്കെ വന്നപ്പോൾ തന്നെ അപ്പം തന്നെ വാഴച്ചാൽ കാണാൻ പോകണം, ഇവിടെ തൊട്ടടുത്തുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണം, അങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റാണ് അവർക്ക് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറില്ലേ നമുക്ക് സ്റ്റേക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും നിൽക്കാറ്. കാരണം അതാണ് നമുക്ക് റിലാക്സേഷൻ. എന്താണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം? സ്ഥലം ഒരുപാട് നടന്ന് കാണാനാണോ അതോ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് നിൽക്കാനാണോ ഇഷ്ടം? ഈ ഒരൊറ്റ സ്വഭാവം മാത്രമാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉള്ളൂ. പക്ഷെ എനിക്ക് ആക്ച്വലി ആഗ്രഹം മറ്റേ പോലെ കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവിടെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണുക, നന്നായി എക്സ്പ്ലോർ ചെയ്യുക, നന്നായി നോക്കി ഫുഡ് കഴിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ എനിക്കത് നടക്കൂല. എനിക്കിങ്ങനെ സുഖിച്ചിങ്ങനെ ഇരിക്കാനേ ഇഷ്ടമുള്ളൂ. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. എന്ത് രസമല്ലേ ഇവിടെ നിന്ന് കാണാൻ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? കണ്ണിൽ വെക്കാനുള്ളതല്ലേ ആയിരുന്നോ? ആ ഞാൻ രാവിലെ പോർച്ചുഗലിന്റെ ഫ്ലാഗ് അല്ലേ അത്? ആണെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമായിരുന്നു വിഷ്ണു. ആ കല്ലിന്റെ മുകളിലൊക്കെ പോയിരിക്കാൻ നല്ല രസമുണ്ടാവും. പക്ഷെ ആ വെള്ളത്തിന് തണുപ്പുണ്ടാവും കാലൊക്കെ ഇട്ടിരിക്കാൻ. കം ഓൺ ലെറ്റ്സ് ഗോ. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം കുട്ടനെയും കൂട്ടി ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകാൻ. എനിക്ക് ആക്ച്വലി റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അഭിപ്രായമുള്ള ആളാട്ടോ ഞാൻ. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റും താല്പര്യവും സ്നേഹവും ഒക്കെ കൂട്ടുന്നതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതെ, ഇടയ്ക്ക് എടുത്തു പറയാൻ എല്ലാ ദിവസവും കണ്ടിട്ടുണ്ടെന്ന് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇടയ്ക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഇന്ന് അതിന് പറ്റുന്ന സാഹചര്യം ഉണ്ട്. കാരണം അമ്മയുടെ അടുത്ത് യുവിനെ ആക്കാലോ. അപ്പൊ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഈവനിങ് നമുക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോവാം. കെറ്റി വെക്കരുത്. എല്ലാ റൂമും എങ്ങനെ ഉണ്ടെന്ന് പറയണോ? എന്റെ ചോദ്യം എന്താണെന്ന് അറിയോ? ലാസ്റ്റ് നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയത് എപ്പോഴാണ്? ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു ഓർമ്മയുണ്ടാവില്ല. അന്ന് മാൽദീവ്സിൽ അന്ന് അമ്മ അടുത്ത് യുവിനാക്കിയിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ പല ഫ്ലാഗുകളും ഉണ്ട്. പോർച്ചുഗൽ, അർജന്റീനയൊക്കെ ഞാൻ കണ്ടു. കണ്ണ് നേരെ പോലെ പിടിക്കാനായിട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഭയങ്കര അടിപൊളിയായിട്ട് നേരെ കിട്ടും. ഇപ്പൊ ഭയങ്കര മഴ കുറവുള്ള സമയം കുറെ നേരം ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ നോക്കിയപ്പോ ഇവിടെയാണ് വിചാരിച്ചത്. മറ്റേ മഴ കുറവുള്ള സമയമായത് കാരണം ഇത്ര കുറച്ച് കാണുന്ന, അല്ലെങ്കിൽ ആ എൻ്റെ തൊട്ട് ഈ എൻ്റെ വരെ ഭയങ്കരമായിട്ട് ഫോൾസ് ഉണ്ടായിരിക്കും. ഇങ്ങോട്ടൊക്കെ മിസ്റ്റ് അടിക്കുന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ എങ്ങനെയാ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ അറിയാം? ആണോ? അച്ഛൻ വാൾപ്പാറയിലായിരുന്നു ഇതിന് മുന്നേ. ഇവിടുന്ന് 2 മണിക്കൂറിലെ വാൾപ്പാറ. ടി എസ്റ്റേറ്റിൽ എന്തായിട്ടായിരുന്നു അച്ഛൻ? ടി എസ്റ്റേറ്റിന്റെ മാനേജർ. അച്ഛൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ കാലം 30-35 കൊല്ലത്തിന്റെ അടുത്ത് അച്ഛൻ ടി എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. വിധുവിന്റെ കല്യാണത്തിനോട് അനുബന്ധിച്ച് റിട്ടയർ ചെയ്തത് തോന്നുന്നു അല്ലേ? കേട്ടോ, നല്ല അടിപൊളി കാഴ്ചകളുണ്ടെങ്കിലും കാഴ്ച എൻജോയ് ചെയ്യാൻ പറ്റിയ വെതറാ തോന്നണില്ല. പുള്ളി പോകണോ? ഇഷ്ടമാണെങ്കിൽ നേരെ അവിടുത്തെ ഒരു ഷീറ്റിന്റെ മുകളിൽ പോയി കൈ വെച്ചോ. കയ്യുമല്ല ക്ലീൻ ആയിട്ടുണ്ട്. സൈക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും നമുക്ക് നടന്ന് സൈക്കിൾ ചെയ്തൊക്കെ കാണാം. കുറേ കാലമായി സൈക്കിൾ ഓടിച്ചിട്ട്. ഇഷ്ടം നെതർലൻഡ്സിന്നൊക്കെ വന്നിട്ട് കുറേ കാലമായി സൈക്കിൾ ഓടിച്ചിട്ട് ഇറക്കം ഓടിക്കാൻ പേടിയാന്ന് പറഞ്ഞാൽ ശരിയല്ല കേട്ടോ. കേട്ടോ, അതെനിക്ക് ചെറിയ സൈക്കിളാടോ. അമ്മയും അച്ഛനും എപ്പോഴെത്താ? യുവി ഓക്കെയാണോ? യുവി ഇപ്പം എല്ലാ ദിവസവും രാവിലെ 6-7 മണിയാകുമ്പോൾ കൃത്യം എണീക്കും. അതുകൊണ്ട് ഈ സമയം യുവിയുടെ ഉറങ്ങുന്ന സമയം കേട്ടോ. നമ്മളൊന്നും കൂടെ ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തൽക്കാലം ഇന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഡിന്നർ ആക്കാമെന്ന് വിചാരിച്ചു വിത്ത് ഫാമിലി അല്ലേ. നമുക്ക് രണ്ടുപേർക്കും. പിന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഡെസ്റ്റിനേഷൻ ഡിന്നർ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ഏരിയ വാട്ടർഫോളിൻ്റെ അവിടെ അവർ ഭയങ്കര ഡെക്കോറൊക്കെ ചെയ്ത് ഫ്ലവർ പെറ്റൽസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കോഴിക്കോട് പോയിട്ട് യുവിനെ നമ്മുടെ അടുത്ത് ആക്കിയതിന് ശേഷം നമുക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയി. ഇന്ന് തൽക്കാലം നമ്മൾ എല്ലാവരും കൂടെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് ഡെസ്റ്റിനേഷൻ ഡിന്നർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനുള്ള ബുക്കിംഗ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഈ ഷ്രഗ് എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഡ്രസ്സിങ് ആയിരുന്നു ഒരു കാലത്ത് എൻ്റെ സ്ഥിരം ഡ്രസ്സിങ്. അതായത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മുടി ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ഡ്രസ്സിങ് ആയിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സിങ്. പിന്നെ അതിനുശേഷം
പിന്നെ എപ്പോഴോ മാറിപ്പോയി. എനിക്കറിയാം, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റൈലായിരുന്നു ഇത്. ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഓവർകോട്ട് പോലത്തെ ഒരു ടോപ്പും ഉള്ളിലൊരു ടോപ്പും. എന്താ ടി വിയോ യമണ്ടൻ യെറ്റ്. നമുക്കൊരു വേണമെങ്കിൽ ഒന്ന് വാഴച്ചാലിൻ്റെ അങ്ങോട്ട് പോയാലോ? യുവീനെ കാണാൻ തോന്നണോ? ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ. ഓ കോക്കനട്ട് വാട്ടർ ഒക്കെ ആയിട്ടാണല്ലോ. ഹലോ, വിധു പെയിന്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിധുവിന് പെയിന്റ് ചെയ്യണേ, നിർബന്ധിച്ച് പെയിന്റ് ചെയ്യാൻ കൊണ്ടുപോവാ അമ്മ. ഹലോ, ആരാണ്? എങ്ങനെയുണ്ടായിരുന്നു അമ്മ? എന്ത് സാധനം? എന്താ? വാവ്, മറ്റേ ഉപ്പിലിട്ട മാങ്ങ. അത് കൊള്ളാലോ. താങ്ക് യു. ഞാനും വിഷ്ണുവില്ലാതെ ആദ്യമായിട്ട് അവൻ ഇത്രയും നേരം പുറത്തു പോയി വരുന്നേ തോന്നുന്നു. അപ്പൊ എന്തൊക്കെ അവൻ ചെയ്തു എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആട്ടോ നമുക്ക് രണ്ടുപേർക്കും. ഇവൻ ബർത്ത്ഡേയുടെ അന്നാണ് ഇത്ര കളിക്കേണ്ടത്. നോക്കിയൊക്കെ നല്ല റിയാക്ഷൻ കൊടുക്കണ്ടവൻ ആരുഷിനൊപ്പം. അന്ന് ശിവു വന്നപ്പോഴും കളിക്കണ്ടായിരുന്നോ? കണ്ടോ, നോക്കൂ. തുറന്ന എന്താ? അയ്യോ, അവിടെ ഇങ്ങനെ ഇറങ്ങാട്ടോ. ചുമ്മാ പുറത്തേക്കുള്ളൊരു സ്ഥലം. ഞാൻ വെച്ചത് വല്ല ബാത്റൂമോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഇവിടെയാണ് നമ്മുടെ സ്പാ വരുന്നത്. സമയം കിട്ടിയിട്ടുള്ളൊരു സ്പാ എടുക്കാൻ. ആരുഷ് സ്പാ എടുക്കണോ? ഡു യു വാണ്ട് മസാജ്? ഇന്ന് ഈവനിങ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തിട്ടില്ലേ, അത് എനിക്കും ആരുഷിനും മാത്രമേ അറിയുള്ളൂ അല്ലേ? ഇറ്റ്സ് എ സർപ്രൈസ്. ഫ്ലവർ ഉണ്ടാവും ഡൗണില്. എന്നിട്ട് സർപ്രൈസ് ആവും. ആരുഷ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഡിന്നറിന് വേണ്ടിട്ട് അല്ലേ? ഇന്ന് ഫസ്റ്റ് കഴിക്കാനുള്ള ടേൺ ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഉച്ചയായപ്പോക്ക് വിശത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഒരു സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പ് കുടിച്ചപ്പോഴാണ് റിയാലിറ്റിയിലൂടെ തിരിച്ചു വന്നത്. ഞാൻ കഴിക്കുന്ന നഗറ്റ്സും യുവി കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അപ്പത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് അവന് കിച്ചടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ചൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇപ്പോഴും നമ്മൾ ഉപ്പ് കൊടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 3 years വരെ അങ്ങനെ കൊടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുള്ളത്. 7 മണിക്ക് എണീറ്റിട്ട് തെല്ലിക്കൊണ്ടിരിക്കുകയോ? യാതൊരു ബോധമില്ല. 6 വയസ്സുള്ള കുട്ടീനെ ഒരു 60 വയസ്സുള്ള ആളെ പോലെയാണ് വിഷ്ണു ഹാൻഡിൽ ചെയ്യുക. ഇരിക്കൂ, നടക്കൂ, കിടക്കൂ. ഇവൻ എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടെ സൈക്കിൾ ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക കുറച്ചു നേരം. വിഷ്ണുവിന് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇസ്തിട്ടതുപോലെ ഇങ്ങനെ ജീവിക്കണം. യുവീനി എന്താ യുവി കാണിക്കണേ എന്നൊക്കെ ചോദിക്കും. ഒരു 1 വയസ്സുള്ള കുട്ടിയാണേ. എന്താണ് വിഷ്ണു ഇത്? കം ഓൺ. അപ്പൊ അത് പിടിച്ചെടുക്കൂ. അപ്പൊ ഈ ഏരിയയിൽ ചുമ്മാ അങ്ങനെ പിടിച്ചെടുക്കൂ. Can I help you, Arush? Yeah? എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കൊരു കലാസാഹിത്യ ബോധമില്ല എന്നുള്ളതാണ്. നിന്റെ കലാസാഹിത്യ ബോധം ഞങ്ങൾ ഇന്ന് കാണാൻ പോകും. ഞങ്ങൾ പെയിന്റ് ചെയ്യാൻ പോവാണ്. ഞാനും വിധുവാണ് പെയിന്റിങ് പാർട്ട്നേഴ്സ്. ഞാൻ ഇന്നലെ തൊട്ട് വിധുവിനെ വശീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പെയിന്റ് ചെയ്യാൻ 2 ക്യാൻവാസ് നമുക്ക് വലിയ ക്യാൻവാസ് കേട്ടോ. മുഴുവൻ നമ്മൾ ചെയ്യണം. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി പെയിന്റ് മറ്റേ ഫ്രെയിം ചെയ്ത് വെക്കും കേട്ടോ. എന്താ വരയ്ക്കാൻ പോണ അറിയില്ല കേട്ടോ. വിധു നീ വരയ്ക്കേ. ബ്ലൂ സ്കൈ, നല്ല ബ്ലൂ ആയി. മഴക്കാറുണ്ട്. മഴക്കാറ് മാത്രമല്ലെന്ന് തോന്നുന്നില്ല. ഇനി അവസാനം മാത്രമേ കാണിക്കൂ. ഇതെങ്ങോട്ടാ പോണെന്ന് ഇനി കാണിക്കണേ. പുഴ നോക്കി വരയ്ക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് വരയ്ക്കുന്നുള്ളത് അറിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പുഴയിൽ വെള്ളമില്ല. അതെ, വെള്ളമില്ല. വാട്ടർഫോൾസ് ഒന്നും വന്നപ്പോ ഒന്നുമില്ല അല്ലേ?
ഞാനങ്ങനെ വലിയ പെയിന്റ് ചെയ്യാൻ അറിവുള്ള ആളൊന്നും അല്ല കേട്ടോ. ഞാൻ വരയ്ക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ കുറച്ച് അങ്ങനത്തെ ഒരു സമയമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മുന്നേ ഞാനിങ്ങനെ ചെറുതായിട്ട് ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നാട്ടിലിപ്പോൾ കുറച്ച് സമയമുള്ളപ്പോഴേ ഞാൻ അപർണ അടുത്ത് പറയുമായിരുന്നു, അപർണ നല്ലോണം വരയ്ക്കും, എന്നെ കുറച്ചൊരു ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു പെയിന്റ് ഒക്കെ ചെയ്യാൻ എന്നുള്ള നല്ലൊരു മൂഡല്ലേ. അങ്ങനെ മൂഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലേ. കാരണം എൻ്റെ പെയിന്റിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം എൻ്റെ സിഗ്നേച്ചർ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന പ്രതുവേട്ടനെയും. എല്ലാം അപ്പോൾ നമ്മൾ കഴിവുള്ള കാര്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ ഒന്നും ഇല്ലല്ലോ. കഴിവില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ പെയിന്റിങ് ചെറുതായിട്ട് ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ലേലത്തിന് വെക്കാൻ പോവാണ്. ആർട്ട് ബൈ തനിമലയാളം. ഇത് നിങ്ങൾ ലേലം വിളിച്ചോളൂ. 1 രൂപ 2 രൂപ എനിക്ക് ലാഭമാണ്. കാണുമ്പോൾ തോന്നുന്നു ഞാൻ എന്തോ നോക്കി വരച്ചതാണ്. നോക്കിയാൽ കാണുന്നത് ഇതാണ്. പക്ഷെ വരച്ചു വന്നപ്പോൾ അതായിപ്പോയി. എന്തായാലും കഴിഞ്ഞു. ഉറക്കം വന്നിട്ട് വയ്യാട്ടോ. ഒക്കെയാണ് ഉറക്കം വന്നിട്ടാ പെയിന്റിങ് ശരിയാവാതിരുന്നത്. അല്ലെങ്കിൽ ഒരു പൊളി പൊളിച്ചാണ്. അതെ, ആരുഷ് ഇവിടെ തകർത്ത് വരയിലാണ്. ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാം ഉണ്ടായില്ല. ഞാൻ ബെല്ലടിക്കും, അപ്പൊ തുറക്കും. ഈ ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ ആക്ടിവിറ്റീസ് എടുത്ത കുറച്ച് കൂടുതലായി എന്നൊരു സംശയം. ഇനി കുക്കിംഗ് വിത്ത് ഷെഫ് ഉണ്ട്. എനിക്ക് വല്ല ക്ലാസ്സിനൊക്കെ പോണ പോലെ തോന്നുന്നു. ഉറക്കം വന്നിട്ട് വയ്യ. കുറച്ച് കഴിഞ്ഞ് തുറങ്ങാനോ പോകണം. നമുക്ക് വേണമെങ്കിൽ വിളിച്ച് മാറ്റാം. വെള്ളം പാല് കുടിച്ചായിരുന്നോ? ആ, ഈ പിള്ളേർക്ക് ഇക്കിട്ടെടുക്കുക വയറ് വലുതാവാനാണ്. Arush, how are you? Not good. Why? Because I want good. That's why. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പരാതികളും. But I closed that swimming pool. Why you close this? I thought nobody should swim. We have a very special dinner tonight. Do you want to come? Did you tell Amma? No. No? It's surprise? Yeah. Okay. ആറുഷിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വിഷ്ണുവിൻ്റെ ചായയില്ലേ. ഇത്തവണ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യായിരുന്നേ. കാണുമ്പോഴതിനേക്കാളും കൂടുതൽ എനിക്ക് ബോഡി ലാംഗ്വേജും അവൻ്റെ മൂവ്മെൻറ്റ്സും ഒക്കെ കുറച്ചും കൂടെ വിഷ്ണുവിനോട് ഭയങ്കര ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യും. ഈവനിങ് കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ നടന്നതിന് ശേഷം നമ്മുടെ മെയിൻ വില്ലയിൽ നമ്മൾ ചെറുതായിട്ട് കുറച്ച് നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തു. യുവിക്കുള്ള ഡിന്നറും കൂടെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡിന്നറിന് പോവാം. എന്നാലും നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പറ്റൂ. കോപ്പിറൈറ്റ് ഇട്ടതാണ് നമ്മുടെ പാട്ടുകൾ. ഇവരിവിടെ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉണ്ടാക്കി തരണം കേട്ടോ. ഇന്ന് നമ്മൾ പൊട്ടറ്റോയും പംകിനും ക്യാരറ്റും കൂടെ പറഞ്ഞ് അതിൻ്റെ പ്യൂരി അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവര് ഭയങ്കരമായിട്ട് പ്യൂരി ആക്കുന്നുണ്ട്. അത്ര നമുക്ക് ആവശ്യമില്ല. ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു അത്ര മാഷ് ചെയ്യണ്ടെന്നുള്ളത്. അപ്പൊ അവരതുപോലെ ചെയ്തു തന്നായിരുന്നു. പക്ഷെ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് അരച്ചു തരും. ഇതാട്ടോ എൻ്റെ ഡ്രസ്സ്. നല്ലൊരു ടോപ്പാണ്. ഇത് അവിടുന്ന് വാങ്ങിയിട്ടുള്ള ടോപ്പാണ്. നല്ല ചെറിയ സ്കാലപ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ ത്രെഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടോപ്പ് ആരൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞ ടോപ്പായിരുന്നു. ഇഷ്ടമായില്ലേ അമ്മ? അല്ലേ, നല്ല ടോപ്പ്. ഞാൻ എന്നെയല്ല പറയുന്നത്, പക്ഷെ അൽക്കി എന്ന അബർണിയൊക്കെ കണ്ടിട്ട് പറയുന്നത് നല്ല ടോപ്പാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്. ഒപ്പം ഈ ഒരു പാൻസും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഡ്രസ്സ് ഞാൻ കുറേ കാലമായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇടാന്ന് വിചാരിച്ച് എടുത്തു വെച്ചതായിരുന്നു. പക്ഷെ എടുത്ത് വെച്ച അവസാനം ഇവിടുത്തെ ഒരു ഡിന്നർ. ഇത് വിധുവും പ്രതുവേട്ടനും കൊണ്ടുവന്നൊരു ജംസ്യൂട്ടാണ്. ഞാൻ അധികം യുവിക്ക് ആൾക്കാർ ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അവരെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുള്ള സമയത്തോ തന്നെ ആ ഡ്രസ്സ് ഇടിയിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം അത് കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. കുർത്തിയും ഒപ്പം ഒരു ബ്ലൂ ജീൻസും അല്ലേ. എല്ലാവരും ഡെസ്റ്റിനേഷൻ ഡിന്നറിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ കഴിക്കാൻ കിട്ടിവെച്ചിട്ടാണോ, എന്താ എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ അല്ലേ? ഞാനും എന്താണ് ഇവര് ഭയങ്കര ഇവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. അതെ, ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ലിപ്സ്റ്റിക് ഒക്കെ ഇടിച്ചിട്ട് അല്ലേ? അതെ അതെ, ആ ഡ്രസ്സാ. ഇത് പ്രതുവട്ടം വന്നപ്പോ കൊടുന്നതാട്ടോ ഇവിടുന്ന്. നല്ല ഡ്രസ്സാ. ഹാൻസം ആയിട്ട് കേട്ടോ. യു ലുക്ക് ഹാൻസം. യാ, സൂപ്പർ. എല്ലാവരും ഡിന്നറിനൊക്കെ പോകാൻ വേണ്ടി റെഡി എത്തിയിട്ടുണ്ട്. ഞാൻ പുറത്ത് വന്നപ്പോഴേ ഒരു സാഹസിക കഥ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് ലിസൺ ചെയ്തപ്പോഴാണ് മനസ്സിലായി അച്ഛൻ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് പറയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ രാവിലെ തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ഡിന്നർ. നമ്മുടെ വാട്ടർഫോളിൻ്റെ അടുത്ത് ആ ശബ്ദമൊക്കെ കേട്ട് ചെറിയൊരു ഫ്ലവർ കാപ്പറ്റൊക്കെ ഇട്ട് മുകളിലൊക്കെ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഡിമ്മാക്കി ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഫാമിലിയുടെ ഒപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത് എന്നൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ അത് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി അവർ ഫ്ലവേഴ്സും ഒപ്പം കുറച്ച് കാർഡ്സും ഒക്കെ നമ്മുടെ മെമ്മറിക്ക് വേണ്ടി അവർ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് പൂക്കളിൽ നടക്കുന്നത് അല്ലേ യുവ? യുവ ആദ്യമായിട്ടാണോ പൂക്കൾ? അതാ
ഫുഡ് ഓർഡർ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. ശരിക്കും ഭക്ഷണം ഓർഡർ ചെയ്യുക എന്നുള്ളൊരു കഴിവ് തന്നെയല്ലേ. കാരണം വായിച്ച് നോക്കി മനസ്സിലാക്കി ടേസ്റ്റ് ഏകദേശം ഗസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളതൊരു കഴിവ് തന്നെയാണ്. അതെനിക്ക് എന്തായാലും ഒട്ടുമില്ല. വെജിറ്റേറിയൻ ഇതിൽ എന്താ വരുന്നത്? അമ്മയ്ക്ക് എന്താ സൂപ്പ്? എന്താ സൂപ്പ് ഓഫ് ദ ഡേ? യുവീനെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുന്ന കാരണം അവൻ അവൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഉറക്കം വരും ഉറങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു കുട്ടി ക്രാഡിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓർഡർ ചെയ്ത് ഞണ്ട് രസമായിരുന്നു. ഞാനും പ്രതുവേട്ടനും കൂടെ ഷെയർ ചെയ്തിട്ടാണ് 1/2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞണ്ട് എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒന്നാണ്, പക്ഷെ കഴിക്കാൻ അറിയാത്ത കാരണം എപ്പോഴും ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിലേ ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല അടിപൊളി. തൊണ്ടയൊക്കെ നല്ല ക്ലിയർ ആവും. ജലദോഷം പനി എന്തുണ്ടെങ്കിലും ഒരു 2 രസം അടിച്ചാൽ പിന്നെ എല്ലാം ക്ലിയർ ആവും. എല്ലാം ക്ലിയർ ആവും. പക്ഷെ പ്രതുവേട്ടൻ ഫസ്റ്റ് ടൈം ഞണ്ട് രസം കഴിക്കുന്നത് അല്ല ആണോ? ആണെന്ന് നേരത്തെ ഓർമ്മയില്ല കേട്ടോ. ഒരേ ആയിട്ടുണ്ട്. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. രസം നന്നായിട്ട് നണ്ട് നന്നായിട്ട്. പിന്നെ നമ്മൾ കിഴിപ്പൊറാട്ട, പിന്നെ അതേപോലെ മീൻ പൊള്ളിച്ചത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ കഴിച്ച് നമ്മൾ നിർവൃതി അടഞ്ഞ് എണീക്കുകയാണ്. അമ്മ എൻജോയ് ചെയ്തോ? ആദ്യം നമ്മൾ വിചാരിച്ചു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോവാന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട, ഫാമിലി ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യം ആക്കിയിട്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോകുന്നു. മനസ്സിലായോ? അതെ, പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അല്ലേ യൂഷ? പക്ഷെ ഗുഡ് ആയിരുന്നല്ലേ? അതല്ല, ഫുഡ് നല്ലായിരുന്നില്ലേ? എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? 2 ദിവസം ഇങ്ങനെ 2 മണിക്കൂർ പോലെ കേട്ടോ പോയത്. നമ്മളിങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഈ ഒരു 2 ദിവസം നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത ദിവസമായിരുന്നല്ലോ. ആ പ്ലാൻ ചെയ്ത കാര്യത്തിൻ്റെ 1-2 ദിവസം മുന്നേയൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആവുന്നുണ്ടെങ്കിലും അതിങ്ങനെ തീരുമ്പോൾ നമുക്കിങ്ങനെ എനർജിയൊക്കെ ഡ്രെയിൻ ആയി പോയതുപോലെ ഒരു ഫീൽ ഉണ്ടാവില്ലേ? അച്ഛനാ ഹാങ് ഓവറിലാ. അമ്മ ഇങ്ങനെയല്ല നമ്മള് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുക. കെട്ടിപ്പിടിച്ചൊരു താങ്ക്സ് ഒക്കെ പറയണം. നാളെ വന്ന് എനിക്ക് പെട്ടെന്ന് ഉണ്ടല്ലോ. നല്ല ഉഷാർ മഴ പെയ്യണ്ടേ? മഴ പെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങാം നമുക്ക്. അല്ല ഞാൻ നാളെ അമ്മ വരുകൊണ്ട് തണുപ്പ് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ എന്താ പമ്മത്? ഒരു പൂ കിട്ടിയ പൊലിവ് മാറിയിട്ടില്ല. എവിടെ പൊന്തിയ? ഇല്ല, നാളെ രാവിലെ നേരത്തെ എണീറ്റ് ഇവിടെ തൊട്ട് മുന്നിലുള്ള പുഴയിൽ ഇറങ്ങുന്ന കാര്യമായിട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അത് ആക്ച്വലി പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസമാണ് മനസ്സിലായേ. അതുകൊണ്ട് അതെന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്ലാനിങ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ഈ ഒരു ഏരിയയിൽ മാത്രമാണോ അതോ മൊത്തത്തിൽ കുറേ വേറെ സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളോട് ഇവിടെ റിസോർട്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നതും കാണുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ആയിരിക്കും എന്നുള്ളത്. യുവാഷി എന്താ അറിയാ? യുവാഷി മറ്റേ ചൈനീസ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ? യുവാഷി നൂഡിൽസ് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ? യൂഷിമ്പയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അതോടുകൂടെ നമ്മുടെ അതിരപ്പിള്ളി വ്ളോഗ് ഇവിടെ തീരുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.